ഇവിടെ അവതരിപ്പിക്കുന്നു ശാന്തരാത്രി. കൂട്ടരെ നോക്കുക നക്ഷത്രം, അതിന് എന്ത് ചേർക്കും? അത് നമ്മോട് എന്തോ പറയുന്നത് പോലെ. കൂട്ടരെ, ഇതുപോലെ മഞ്ഞ് പെയ്യുന്ന ഒരു ഡിസംബർ രാത്രിയിലാണ് ലോകരക്ഷകനായ ഈശോ ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജാതം ചെയ്യുന്നത്. അങ്ങ് ദൂരെ പുൽമേടുകളിൽ ആടിനെ മേയിച്ച് നടന്ന നമ്മുടെ പൂർവികരാണ് ആദ്യം ഉണ്ണീശോയെ കാണുവാൻ ഭാഗ്യം ലഭിച്ചത്. ആ കഥ ഞങ്ങളോട് ഒന്ന് പറയൂ. 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥയാണ്. നസറേത്ത് എന്നൊരു പട്ടണത്തിൽ മറിയം എന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അവൾ ദേവാലയത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. അവൾക്ക് വിവാഹപ്രായമായപ്പോൾ ജോസഫ് എന്ന പുരുഷനുമായി അവളുടെ വിവാഹ നിശ്ചയം നടത്തി. ഈ സമയം ഗബ്രിയേൽ ദൂതൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നദ്ധയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് ഇന്ന് നിറവേറട്ടെ. അങ്ങനെ ഗർഭിണിയായ മറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി യൂദായിലേക്ക് തിരുത്തത്തിൽ പുറപ്പെട്ടു. എലിസബത്ത്, നീ സ്ത്രീകളെ അനുഗ്രഹിക്കുകയാണ്, നിന്റെ ഉദരഫലം നൽകുകയില്ല. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നു? ഇതാ നിന്റെ അനുവാദാസരം എന്റെ ചെവിയിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവും. അങ്ങനെ ഇരിക്കെ ഗബ്രിയേൽ മാലാഖ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണമെന്ന് അഗസ്ത് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും എന്റെ പേര് ജോസഫ്, ഇത് എന്റെ ഭാര്യ മറിയം. ഞങ്ങൾ ബേത്ലഹേമിലേക്ക് പോവുകയാണ്. ഇവൾ പൂർണ്ണ ഗർഭിണിയാണ്. പ്രസവ സമയം അടുത്തു. ഇവിടെ അല്പം ഇടം തരുമോ? അയ്യോ, ഇവിടെയൊന്നുമില്ല, വേഗം വിളിച്ചോ. എന്റെ പേര് ജോസഫ്, ഇത് എന്റെ ഭാര്യ മറിയം. ഞങ്ങൾ ബേത്ലഹേമിലേക്ക് പോവുകയാണ്. ഇവൾ പൂർണ്ണ ഗർഭിണിയാണ്. പ്രസവ സമയം അടുത്തു. ഇവിടെ അല്പം ഇടം തരുമോ? അതാ ആ കാണുന്ന പുൽത്തൊഴുത്തിൽ സ്ഥലമുണ്ട്, അവിടേക്ക് പോയിക്കൊള്ളൂ. രാജരാജൻ
അങ്ങനെ ആട്ടിടയർ ഉണ്ണീശോയെ കാണാനായി ബേത്ലഹേമിലേക്ക് പോയി. അവർ ഉണ്ണീശോയെ കണ്ട് കുമ്പിട്ട് ആരാധിച്ചു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ്സമുന്നിൽ കണ്ടു അവർ വേദന തന്നി വന്നു. തേജസ്സമുന്നിൽ കണ്ടു അവർ വേദന തന്നി വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി നക്ഷത്രം കണ്ട് കിഴക്ക് നിന്ന് 3 രാജാക്കന്മാരെത്തി. അവർ പൊന്നും മോരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ഇതാണ് കഥ. എളിമയുടെയും വിനയത്തിന്റെയും മാതൃക കാട്ടിത്തന്ന ഉണ്ണീശോയുടെ കഥ. ഈ ക്രിസ്മസ് രാവിൽ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടുകൾ ഉണ്ണീശോയ്ക്കായി നമുക്ക് തുറക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. സർവലോക